Hello everyone, welcome to Groww Malayalam. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ സമ്പാദ്യം പരിരക്ഷിക്കുന്നതിനെക്കുറിച്ചും ലാർജ് ക്യാപ് കമ്പനീസിനെ കുറിച്ചും സ്റ്റേബിൾ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരും. കാരണം നമ്മുടെ ടോപ്പിക് വെൽത്ത് വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും സിമ്പിൾ അസറ്റ് ക്ലാസ് ആയ NPSനെ കുറിച്ചാണ്. നാഷണൽ പെൻഷൻ സ്കീം. NPSനെ കുറിച്ച് വിശദമായി പറയുന്ന വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് NPSലെ ഫണ്ട് മാനേജേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ടോപ്പ് 5 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ്സ് ഓൺ സ്റ്റോക്ക് മാർക്കറ്റ്, ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അവിടെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് NPS എന്ന് ഷോർട്ട് ആക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. NPS അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം ഇന്ത്യയിലെ ഏതൊരു പൗരനും ചേരാവുന്ന ഒരു പെൻഷൻ സിസ്റ്റമാണ്. NPS കൈകാര്യം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ PFRDA ആണ്. 18നും 60നും ഇടയിലുള്ള ഏതൊരു ഇന്ത്യൻ സിറ്റിസണിനും ഈ സംവിധാനം ഉപയോഗിക്കാം. 60 വയസ്സാണ് മെച്യൂരിറ്റി ഏജ്. വേണമെങ്കിൽ ഇത് 70 വയസ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതുമാണ്. ഇതിലെ ഇൻവെസ്റ്റേഴ്സിന് 4 അസറ്റ് ക്ലാസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 ഇക്വിറ്റി, 2 കോർപ്പറേറ്റ് ബോണ്ട്സ്, 3 ഗവൺമെന്റ് ബോണ്ട്സ്, പിന്നെ 4മത്തേത് ഓൾട്ടർനേറ്റീവ് അസറ്റ്സ് ലൈക്ക് REITs ആൻഡ് InVITs. ടാക്സ് ബെനിഫിറ്റ്സ്, റിട്ടേൺസ് ആൻഡ് മെച്യൂരിറ്റി ഇതൊക്കെ അനുസരിച്ച് 2 ടൈപ്പ് അക്കൗണ്ട്സ് ഇതിലുണ്ട്. നിലവിൽ 8 ഫണ്ട് മാനേജേഴ്സ് ആണ് NPSന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ICICI പ്രൊഡൻഷ്യൽ പെൻഷൻ ഫണ്ട്, LIC പെൻഷൻ ഫണ്ട്, കൊട്ടാക് മഹീന്ദ്ര പെൻഷൻ ഫണ്ട്, റിലയൻസ് ക്യാപിറ്റൽ പെൻഷൻ ഫണ്ട്, SBI പെൻഷൻ ഫണ്ട്, UTI റിട്ടയർമെന്റ് സൊല്യൂഷൻസ് പെൻഷൻ ഫണ്ട്, HDFC പെൻഷൻ മാനേജ്മെന്റ് കമ്പനി, അതുപോലെ പെൻഷൻ ഫണ്ട് ഓഫ് ബിർള സൺ ലൈഫ് ഇൻഷുറൻസ്. ഇതൊക്കെയാണ് ആ 8 ഫണ്ട് മാനേജർമാർ. ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഉള്ളത്, NPS മാനേജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്സിലാണ്. കാരണം പെൻഷൻ ആയവരുടെ ഫണ്ടുകളാണ് ഇവർ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ NPS ഫണ്ട് അലോക്കേഷൻസും സ്റ്റേബിൾ ആയ ക്യാഷ് റിച്ച് കമ്പനീസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. കാരണം ലോങ് ടേം റിസൾട്ട് ആണ് ഇവിടെ നോക്കുന്നത്. പിന്നെ വെൽത്ത് പരിരക്ഷിക്കുന്നതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇനി നമുക്ക് ഈ NPS ഫണ്ട് മാനേജേഴ്സ് നല്ല കനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 5 സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എളുപ്പത്തിന് വേണ്ടി ഇനി അങ്ങോട്ട് PF എന്നാണ് പെൻഷൻ ഫണ്ടിനെ നമ്മൾ വിളിക്കുക. 17 നവംബർ 2022 പ്രൈസസ് ആണ് ഈ വീഡിയോക്ക് വേണ്ടി നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവിന്റെ അസെൻഡിങ് ഓർഡറിലാണ് ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ലിസ്റ്റിലെ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഉള്ള സ്റ്റോക്ക് ഏറ്റവും ആദ്യവും ഹയസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഉള്ളത് ഏറ്റവും അവസാനവുമാണ് നമ്മൾ പറയാം. സോ ലിസ്റ്റിലെ ഫസ്റ്റ് കമ്പനി ലാർസൻ ആൻഡ് ടുബ്രോ, LT എന്ന് നമുക്ക് വിളിക്കാം. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് സ്പേസിൽ പ്രവർത്തിക്കുന്ന LT ടെക്നോളജി, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിംഗ് തുടങ്ങിയ നിരവധി ഇൻഡസ്ട്രിയിലായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് LT ഓഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ പ്രോസസ് പ്ലാന്റ്സ്, തെർമൽ പവർ പ്രൊജക്ട്സ്, ഹൈഡ്രോളിക്സ് എക്സെട്ര. LTയുടെ സ്ട്രെങ്ത്തുകൾ നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സെഗ്മെന്റിൽ നല്ല ഒരു പൊസിഷനിലാണ് LT. ജൂൺ 2022 കണക്ക് പ്രകാരം ഇവർക്ക് 3.6 lakh crore rupeesന്റെ ഓർഡേഴ്സ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെന്റ് 73%, ഹൈഡ്രോ കാർബൺ സെഗ്മെന്റ് അറൌണ്ട് 16%, പിന്നെ ബാക്കി ഹൈടെക് മാനുഫാക്ചറിംഗ് ആൻഡ് പവർ സെഗ്മെന്റ്സ് എന്നിങ്ങനെയാണ് ഓർഡറുകൾ ഉള്ളത്. ഓർഡർ ബുക്കിന്റെ 28% ഇന്റർനാഷണൽ ഓർഡേഴ്സ് ആണ്. അതിൽ തന്നെ ബൾക്ക് ഓർഡേഴ്സ് മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ്. 70 വർഷത്തെ എക്സ്പീരിയൻസും സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലുള്ള ട്രാക്ക് റെക്കോർഡും LTക്ക് സ്ട്രോങ് റവന്യൂ വിസിബിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഓവർ 3 years. ഇനി വീക്ക്നെസ്സസ് നോക്കുമ്പോൾ, ഒരു ഹെവി ഡ്യൂട്ടി പ്രൊഡ്യൂസർ ആയതുകൊണ്ട് കമ്പനിക്ക് ലാർജ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഉണ്ട്. ഓർഡർ ബുക്കിന്റെ 85%ഓളം പബ്ലിക് സെക്ടറിൽ നിന്നുള്ള ഓർഡേഴ്സ് ആണ് എന്നുള്ളതും ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ LTയുടെ ഗ്രോസ് കറന്റ് അസറ്റ്സിന്റെ ഭൂരിഭാഗവും പ്രോസസസിന്റെ വോളിയം ആൻഡ് വാല്യൂ കാരണം ഉള്ളതാണ്. LTയുടെ മാനേജ്മെന്റ് എയിം ചെയ്യുന്നത് കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഉള്ള പ്രൊജക്ട്സിന് ബിഡ് ചെയ്യാനാണ്. പിന്നെ പേയബിൾസും ഇൻവെന്ററിയും റെഡ്യൂസ് ചെയ്യാനുമാണ്. അപ്പോൾ ഗ്രോസ് കറന്റ് അസറ്റ്സിന്റെ ഫിഗർ കുറയാൻ ആണ് സാധ്യത എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ലാർസൻ ആൻഡ് ടുബ്രോയെ ടോപ്പ് 5 ഹോൾഡിംഗ്സിൽ ഒന്നാക്കി മാറ്റി വെച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ഉണ്ട്. അത് LIC പെൻഷൻ ഫണ്ട് ആണ്. കറന്റ് വാല്യൂ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് 1206 crore rupees ആണ്. ഇനി LTയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 2029.55 rupees, PE ratio 29.69, debt to equity 1.58, 5-year sales CAGR 7.44, return on equity 10.25, 1-year returns 3.92%, 5-year CAGR returns 10.66%, 200 DMA 1807.02, RSI 1462.6.
ഇതിൽ നമ്മൾ രണ്ട് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രൈസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 200 ഡേയ്സ് സിമ്പിൾ മൂവിംഗ് ആവറേജും RSIയും നിങ്ങൾക്ക് കാണാം. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 200 DMAക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ട് കണക്കാക്കാം. ഇനി പ്രൈസ് 200 DMAക്ക് താഴെയാണെങ്കിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് ബെയറിഷ് ആണെന്ന് പറയാം. ഇനി RSIയിലേക്ക് വന്നു കഴിഞ്ഞാൽ 30ന് താഴെയുള്ള RSI വാല്യൂ സാധാരണ കൺസിഡർ ചെയ്യുന്നത് ഓവർസോൾഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു ഡൗൺ ട്രെൻഡ് ഒരു അപ് ട്രെൻഡിലേക്ക് നയിച്ചേക്കാം. ഇതേപോലെ RSI വാല്യൂ എബവ് 70 ആണെങ്കിൽ അത് ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാം. ഇനി നമുക്ക് സെക്കൻഡ് കമ്പനി നോക്കാം. ഇൻഫോസിസ് ആണത്. ഇൻഫോസിസ് ലിമിറ്റഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യാൻ ക്ലയൻസിനെ സഹായിക്കുന്ന കൺസൾട്ടിംഗ്, ടെക്നോളജി, ഔട്ട്സോഴ്സിംഗ് ആൻഡ് നെക്സ്റ്റ് ജനറേഷൻ ഡിജിറ്റൽ സർവീസസ് ആണ്. ഇൻഫോസിസിന്റെ സർവീസസ് മെനു ഇങ്ങനെയാണ്: ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അപ്ലൈഡ് AI, ബ്ലോക്ക് ചെയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എക്സെട്ര. ഇനി ഇൻഫോസിസിന്റെ സ്ട്രെങ്ത്തുകൾ നോക്കാം. IT സ്പേസിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലിസ്റ്റഡ് കമ്പനിയാണ് ഇൻഫോസിസ്. കമ്പനി ഡിഫറെന്റ് പ്രോഡക്ട്സ് ഓഫറിംഗ്സും ഡൈവേഴ്സിഫൈഡ് റവന്യൂ സ്ട്രീംസും ഉണ്ടാക്കുന്നുണ്ട്. ജനറലി 25% സ്റ്റേബിൾ ആയി നിൽക്കുന്ന നല്ല ഓപ്പറേറ്റിംഗ് മാർജിൻസും ഡെറ്റ് ഫ്രീ ബാലൻസ് ഷീറ്റും ഉള്ളതുകൊണ്ട് സൗണ്ട് ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ഉള്ള കമ്പനിയാണ് ഇൻഫോസിസ് എന്ന് പറയാം. ഇനി വീക്ക്നെസ്സസ് നോക്കുകയാണെങ്കിൽ വലിയ ക്ലയന്റുകൾ അവരുടെ സ്പെൻഡിങ്ങിൽ ഒരു മിതത്വം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി സ്പെൻഡിങ് കുറച്ചപ്പോൾ അത് IT ഇൻഡസ്ട്രിയുടെ റവന്യൂ ഗ്രോത്തിനെ ബാധിച്ചു എന്ന് കാണാം, എസ്പെഷ്യലി ഔട്ട്സോഴ്സിംഗ് സർവീസിനെ. അപ്പോൾ ഇത് ഇൻഫോസിസിനെ ബാധിക്കും. ഇതുകൂടാതെ IT ഔട്ട്സോഴ്സിംഗ് സ്പേസിലെ ഒരു ലീഡിംഗ് പ്ലെയർ എന്ന നിലയിൽ ഇൻഫോസിസ് ഇന്ത്യൻ പ്ലെയേഴ്സ് ആയ TCS, HCL ടെക് തുടങ്ങിയവയിൽ നിന്നും പിന്നെ ഗ്ലോബൽ ജയൻസ് ആയ അക്സെഞ്ചർ, കാപ് ജെമിനി തുടങ്ങിയ കമ്പനികളിൽ നിന്നുമൊക്കെ നല്ല കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. ഇനി നമുക്ക് ഇൻഫോസിസിനെ ടോപ്പ് 5 ഹോൾഡിംഗ്സിൽ ഒരെണ്ണമാക്കി വെച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. LIC PF, SBI PF, ICICI PF, കൊട്ടാക് PF ആൻഡ് HDFC PF എന്നിവയാണ് അവ. കറന്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് 2172 crore rupees ആണ്. ഇനി ഇൻഫോസിസിന്റെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1587.4 rupees, PE ratio 29.21, debt to equity 0.08, 5-year sales CAGR 12.18%, return on equity 28.98%, 1-year returns -11.19%, 5-year CAGR returns 26.74%, 200 DMA 1542.93, RSI 63.6. Third company HDFC Bank. HDFC ബാങ്ക് ഇന്ത്യയിലെ ലീഡിംഗ് പ്രൈവറ്റ് ബാങ്കുകളിൽ ഒന്നാണ്. 1994 പ്രൈവറ്റ് സെക്ടർ ബാങ്ക് തുടങ്ങാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ആദ്യം അനുമതി കിട്ടിയ ബാങ്കുകളിൽ ഒന്നുമാണ്. ഇന്ന് HDFC ബാങ്കിന് 3226 ടൗണുകളിലായി മോർ ദാൻ 6342 ബ്രാഞ്ചുകളും 18130 ATMകളും അടങ്ങിയ ബാങ്കിംഗ് നെറ്റ്വർക്ക് ഉണ്ട്. റീറ്റെയിൽ ബാങ്കിംഗ്, ഹോൾസെയിൽ ബാങ്കിംഗ് ആൻഡ് ട്രഷറി സർവീസസ് എന്നിവയൊക്കെയാണ് HDFCയുടെ കോർ ബിസിനസ്സുകൾ. ഇനി ബാങ്കിന്റെ സ്ട്രെങ്ത്തുകൾ നമുക്ക് നോക്കാം. മാർക്കറ്റിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് പൊസിഷൻ തന്നെയാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. നമുക്കതിനെ വേണമെങ്കിൽ ട്രസ്റ്റ് എന്ന് വിളിക്കാം. ബാങ്കിന് എക്സ്ട്രീംലി ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ട്സ് ഓഫറിംഗ്സ് ഉണ്ട്. മോർട്ട്ഗേജസ്, ബോണ്ട്സ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് തുടങ്ങി ഓൾമോസ്റ്റ് ഓൾ സബ് സെഗ്മെന്റ്സിലും പ്രസൻസ് ഉണ്ട് ഇവർക്ക്. കൂടാതെ അസറ്റ് ക്വാളിറ്റി അടിപൊളിയാണ്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് 1.3% മാത്രമാണ് ഓൺ December 31, 2021. ഇത് ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കിനേക്കാൾ കുറവാണ്. ഇനി നമുക്ക് വീക്ക്നെസ്സസിലേക്ക് വരാം. ബാങ്കിന്റെ CAR കുറഞ്ഞു വരികയാണെന്ന് കാണാം. എന്താണ് CAR? ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ്സ് റേഷ്യോ എന്ന CAR പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റിസ്കിന് ആനുപാതികമായിട്ടുള്ള ബാങ്കിന്റെ ക്യാപിറ്റലിനെ കാണിക്കുന്ന റേഷ്യോ ആണ്. CAR തുടർച്ചയായി 15%-ന് താഴെയാണെന്ന് കാണാം. അതേസമയം അസറ്റ് ക്വാളിറ്റി പ്രതീക്ഷിച്ചതിൽ നിന്നും കുറവാവുകയും ചെയ്തു. ഏർണിംഗ്സിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്. HDFC ബാങ്കിനെ ടോപ്പ് 5 ഹോൾഡിംഗ്സിൽ ഒരെണ്ണമാക്കി വെച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് ഇനി പറയാം. LIC PF, SBI PF, ICICI PF ആൻഡ് HDFC PF എന്നിവയാണ് അവ. Current value of the investment 2340 crore rupees. ഇനി HDFC ബാങ്കിന്റെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. Current market price 1618.15 rupees, PE ratio 21.62, debt to equity 7.22, 5-year sales CAGR 13.16%, return on equity 16.63%, 1-year returns 5.71%, 5-year CAGR returns 12.13%, 200 DMA 1452.17, RSI 14, 73.7. Fourth company ICICI Bank. ICICI Bank ഇന്ത്യയിലെ ഒരു ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിന്റെ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഇവർ ഓഫർ ചെയ്യുന്നു. പിന്നെ റീറ്റെയിൽ, SME ആൻഡ് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിന് സർവീസസും നൽകുന്നു. 18,913 കൂടുതൽ ബ്രാഞ്ചുകളും ATMകളുടെയും ഒരു നെറ്റ്വർക്ക് ഉണ്ട് ഇവർക്ക് ജൂൺ 30, 2022 കണക്ക് പ്രകാരം. സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ CAR ആണ് ICICIയുടെ സ്ട്രെങ്ത്. ഓവറോൾ CAR 18.04 ആണ് ആസ് ഓൺ ജൂൺ 30, 2022. അതുകൊണ്ട് തന്നെ ICICI ഒരു
വെൽ ക്യാപിറ്റലൈസ്ഡ് ബാങ്ക് ആണെന്ന് നമുക്ക് പറയാം. ഇതിന് പുറമെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ എക്സ്പീരിയൻസും സ്കിൽസും സ്ട്രെങ്ത് ആണ്. MD ആൻഡ് CEO ആയ മിസ്റ്റർ സന്ദീപ് ബക്ഷി ലീഡ് ചെയ്യുന്ന ICICIക്ക് ഒരു ഹ്യൂജ് പ്രോസ്പെക്ട്സ് ഉണ്ട്. ഇനി വീക്ക്നെസ്സസ് നോക്കാം. ICICI ബാങ്കിന്റെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ടോട്ടൽ അഡ്വാൻസസിന്റെ 2.1% നിൽക്കുന്നതെന്ന് കാണാം ആസ് ഓൺ June 30, 2022. അതായത് മുൻകൂറായി കടമായി കൊടുത്ത ഓരോ 100 രൂപയ്ക്കും 2.1 റുപ്പീസ് തിരിച്ച് കിട്ടുന്നില്ല. സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ ഫിനാൻസിനെ കോവിഡ് പാൻഡമിക് ബാധിച്ചതാണ് ഇതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ അസറ്റ് ക്വാളിറ്റിയുടെ ഡയറക്ഷൻ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ICICI ബാങ്കിനെ ടോപ്പ് 5 ഹോൾഡിംഗ്സിൽ ഒരെണ്ണമാക്കി വെച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് ഇനി പറയാം. LIC PF, SBI PF, ICICI PF ആൻഡ് കൊട്ടാക് PF എന്നിവയാണ് അവ. കറന്റ് വാല്യൂ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്സ് 2832 crore rupees. ഇനി ICICI ബാങ്കിന്റെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. Current market price 919.8 rupees, PE ratio 21.63, debt to equity 6.89, 5-year sales CAGR 9.38%, return on equity 14.8%, 1-year returns 20.82%, 5-year CAGR returns 23.12%, 200 DMA 809.66, RSI 14 58.9. അവസാനത്തെ കമ്പനി ഏതാണെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ ഓൾറെഡി ഗസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. അതെ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ കോർപ്പറേഷൻ. ഒരു ടെക്സ്റ്റൈൽസ് ആൻഡ് പോളിസ്റ്റർ കമ്പനിയിൽ നിന്നും എനർജി, മെറ്റീരിയൽസ്, റീറ്റെയിൽ, എന്റർടൈൻമെന്റ് ആൻഡ് ഡിജിറ്റൽ സർവീസസ് എന്നിവയിലൊക്കെ ഒരു ഇന്റഗ്രേറ്റഡ് പ്ലെയർ ആയി മാറിയ RIL. റിലയൻസിന്റെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ പോർട്ട്ഫോളിയോ ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യക്കാരെയും ഡെയിലി ബേസിസിൽ കണക്ട് ചെയ്യുന്നുണ്ട്. പലവിധ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്പെക്ട്രത്തിലുള്ള മനുഷ്യന്മാരെ. അതിൽ ചിലത് പറയാം: ജിയോ, നെറ്റ്മെറ്റ്സ്, ട്രെൻഡ്സ്, സിവാമെ എക്സെട്ര. സ്ട്രെങ്സ് നോക്കുമ്പോൾ നമുക്കറിയാം റിലയൻസ് ഒരു ഭീമൻ കമ്പനിയാണ്. വേറെ ആർക്കും കൂട്ടിയാൽ കൂടാത്ത അഡ്വാൻറ്റേജസ് അതുകൊണ്ട് തന്നെ അവർക്കുണ്ട്. കൂടാതെ 17.5 lakh crore മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനി അതിന്റെ ഡെറ്റ് വളരെ മാന്യമായ നിലയിൽ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വലിയ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് വെച്ചുകൊണ്ട് 0.40 എന്ന ചെറിയ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഗുഡ് റവന്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 22-ൽ കമ്പനിക്ക് 1 lakh crore ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു എന്ന് കാണാം ഫ്രം ഡിഫറെന്റ് ബിസിനസ്സസ്. ഇനി വീക്ക്നെസ്സസ് ആയിട്ട് പറയാനുള്ളത് ഓയിൽ ആൻഡ് കെമിക്കൽ സെക്ടറിലുള്ള വൈഡ് സ്കെയിൽ എക്സ്പോഷർ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ക്രൂഡ് ഓയിൽ വില പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ലൈക്ക് ഗ്ലോബൽ ഡിമാൻഡ് സപ്ലൈ ഡൈനാമിക്സ്, ഓയിൽ റിസർവ്സ് ഉള്ള രാജ്യങ്ങളിലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആയ ഒപെക്കിന്റെ പോളിസീസ്, USD എക്സ്ചേഞ്ച് റേറ്റ്സ് എക്സെട്ര. ഇവയിൽ ഏതിലെങ്കിലും മോശമായ ഒരു ചേഞ്ച് ഉണ്ടായാൽ അത് കമ്പനിയുടെ റവന്യൂവിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കാവുന്നതാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിനെ ടോപ്പ് 5 ഹോൾഡിംഗ്സിൽ ഒരെണ്ണമാക്കി വെച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ ഇനി പറയാം. LIC PF, SBI PF, ICICI PF, Kotak PF and HDFC PF. Current value of the investment 2852 crore rupees. ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 2599.05 rupees, PE ratio 27.36, debt to equity 0.4, 5-year sales CAGR 18.11%, return on equity 8.16%, 1-year returns 5.48%, 5-year CAGR returns 23.54%, 200 DMA 2496.22, RSI 1460. അപ്പോൾ ഇതൊക്കെയാണ് NPS മാനേജേഴ്സിന്റെ 5 ഫേവറേറ്റ് സ്റ്റോക്സ്. നമ്മൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും നൽകുന്നില്ല. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടേതായ റിസർച്ചസ് നടത്തി പഠിച്ചിട്ട് വേണം ആ തീരുമാനം എടുക്കാൻ. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.